ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. ഇതിൻ്റെ കൂടെ നമ്മൾക്ക് കറിയൊന്നും വേണ്ട കഴിക്കാനായിട്ട്. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ നല്ലൊരു ഐറ്റം കൂടിയാണിത്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന ഒരപ്പം കൂടിയാണിത്. ഇത് നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എണ്ണയില്ലാത്ത ഒരു വിഭവം കൂടിയാണ്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ കഴുകിയതിന് ശേഷം 3 മണിക്കൂറൊന്ന് വെള്ളത്തിൽ കുതിരാനായിട്ടിടണം. ഞാനിവിടെ 3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് കുതിരാനായിട്ട് വെക്കുന്നുണ്ട്. 3 മണിക്കൂറാണ് വെക്കുന്നത്. ഇപ്പം 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അരിയെല്ലാം നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തലേദിവസം രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെക്കാം. പിന്നെ രാവിലെ കുറച്ച് നേരത്തെ അരച്ച് വെച്ചാൽ മതി. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് സമയമാകുമ്പോഴത്തേക്കും ഇത് പൊങ്ങി വന്നിട്ടുണ്ടായിരിക്കും. ഇനി മിക്സിയുടെ വലിയ ജാർ എടുത്ത് അതിനകത്തോട്ട് കുതിർക്കാനായിട്ട് വെച്ച അരിയുടെ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം അരി മാത്രം ഇട്ട് കൊടുക്കാം. ഇനി ഇട്ട് കൊടുക്കുന്നത് ചിരകിയ തേങ്ങയാണ്. 1 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് അരിക്ക് 1 കപ്പ് ചിരകിയ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഏത് കപ്പിലാണോ അരി എടുക്കുന്നത് അതേ കപ്പിൽ തന്നെ ബാക്കി ചേരുവകളും കൂടെ എടുക്കുക. 1/4 കപ്പ് ചോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏതുതരം ചോറായാലും കുഴപ്പമില്ല. ഞാനിവിടെ മട്ട റൈസിൻ്റെ ചോറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ പഞ്ചസാര. ഇനി ഇട്ട് കൊടുക്കേണ്ടത് ഈസ്റ്റാണ്. 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ല എങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ ഈസ്റ്റ് ഇട്ടതിന് ശേഷം പൊങ്ങി വന്നിട്ട് നമ്മൾക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി വേണ്ടത് ചെറിയ ചൂടുവെള്ളമാണ്. 1/4 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ചൂട് കൂടി പോകരുത്. ചൂട് കൂടിപ്പോയി കഴിഞ്ഞാൽ ഈസ്റ്റ് ശരിക്കും പൊങ്ങി കിട്ടത്തില്ല. ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. വെള്ളത്തിൻ്റെ അളവ് ചിലപ്പം അരിക്കനുസരിച്ചിട്ട് കൂടിയും കുറഞ്ഞും ഇരിക്കും. അതുകൊണ്ട് അതും കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പം ഞാനിതിവിടെ നന്നായി അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് 1 മണിക്കൂറൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്കും നമ്മൾക്ക് ഇതിനകത്തോട്ട് വേണ്ട കുറച്ച് ചേരുവകളും കൂടെ വഴറ്റിയെടുക്കാനുണ്ട്. ആ സമയം കൊണ്ട് ഇത് നല്ലപോലെ പൊങ്ങി വരികയും ചെയ്യും. അപ്പം ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് 1 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. തീ ഒരുപാട് കൂട്ടി വെക്കരുത്. കടലപ്പരിപ്പിനാണ് കുറച്ചധികം മൂപ്പുണ്ടായിരിക്കുക. അതുകൊണ്ട് അത് വേണം ആദ്യം ഇട്ട് കൊടുക്കാനായിട്ട്. 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് 1/4 ടീസ്പൂൺ ജീരകം. ചെറിയ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് തീ ഒരുപാട് കൂട്ടി വെക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വേണ്ടത് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയാണ്. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് ഒരുപാട് വലുത് ഇട്ട് കൊടുക്കരുത്. കുറച്ച് ചെറുതിട്ട് കൊടുക്കുക. ഒരുപാട് വലുതാണെങ്കിൽ ചെറുതായിട്ടൊന്ന് കീറിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. 1 തണ്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി മല്ലിയില അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. വീണ്ടും ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി തീ ഒന്നുകിൽ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ നല്ലപോലെ കുറച്ച് വയ്ക്കുക. ഞാനിപ്പം ഇവിടെ നന്നായി കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് പൊടികളാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ആദ്യമേ ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ചതച്ച മുളക് പൊടി. ഇനി സാധാരണ മുളക് പൊടിയും കൂടെ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തീ ഓഫാക്കിയതിന് ശേഷം നമ്മൾക്ക് വഴറ്റി കൊടുക്കാം. അപ്പം പൊടികൾ തീരെ കരിയത്തില്ല. ഇതിൻ്റെ ചൂട് കൊണ്ട് പൊടികൾ മുരിഞ്ഞും കിട്ടും. ഇനി നമ്മൾക്കിത് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളുടെ മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ടായിരിക്കും. അതിനകത്തേക്ക് ഇതിൻ്റെ പകുതി നമ്മൾക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ നേരത്തെ അരച്ചു വെച്ച മാവ് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി തണുപ്പുള്ള സ്ഥലങ്ങളിലെ മാവ് പെട്ടെന്ന് പൊങ്ങി വരുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് നോക്കി കണ്ടാൽ മതി. പൊങ്ങി വന്ന മാവ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് കുത്തി ഇളക്കണ്ട. അപ്പം ഇതിൻ്റെ പതയെല്ലാം കെട്ടുപോകും. ഇനി നമ്മൾ നേരത്തെ വഴറ്റി വെച്ചത് പകുതി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. പത കെട്ടുപോകാത്ത രീതിയിൽ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കേണ്ടത്. അതിനായിട്ട് ഒരു സ്റ്റീമർ അടുപ്പത്ത് വെച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുക. ഞാനിവിടെ വെള്ളം വെച്ചത് ഇപ്പം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാനായിട്ടുള്ള പാത്രങ്ങളിലേക്ക് കുറച്ച് വെണ്ണയൊന്ന് തേച്ച് കൊടുക്കാം. ഇതേപോലത്തെ ചെറിയ പാത്രങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെണ്ണ തേച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ വിട്ടുകിട്ടും. ഇനി ഈ പാത്രങ്ങൾ സ്റ്റീമറിനകത്തോട്ട് വെച്ച് ഒന്ന് ചൂടായതിനു ശേഷം വേണം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോഴായിരിക്കും ഇത് പെട്ടെന്ന് തന്നെ വിട്ടുകിട്ടുക. ഇപ്പം പാത്രങ്ങളൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇതിനകത്തോട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതൊരുപാട് പൊങ്ങി വരത്തില്ല, കാരണം മാവ് ഓൾറെഡി പൊങ്ങിയതാണ്. അതുകൊണ്ട് 1/4 ഭാഗത്തോളം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയും മാവ് എല്ലാ പാത്രത്തിനകത്തും ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതുപോലത്തെ പാത്രങ്ങളില്ല എങ്കിൽ ഇഡ്ഡലിത്തട്ടിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മളുടെ അപ്പമെല്ലാം വെന്ത് കാണും. ഇപ്പം ഇവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ അപ്പമെല്ലാം നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ചൂടോടെ തന്നെ ഈ പാത്രത്തിനകത്ത് നിന്ന് എടുത്ത് മാറ്റാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ വെണ്ണ തേച്ച് കൊടുത്തത്. ഇതിനി വരുന്നില്ല എങ്കിൽ ഇതിൻ്റെ സൈഡിൽ സ്പൂൺ വെച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എല്ലാം വിട്ട് കിട്ടും. ഇതിപ്പം കാണുമ്പോൾ അറിയാം നല്ലപോലെ ചൂടായിട്ടാണ് ഇരിക്കുന്നത്. ആവിയെല്ലാം പോകുന്നുണ്ട്. ഇതേപോലെ തന്നെ എല്ലാം ഇളക്കിയെടുക്കുക. അടുത്ത ട്രിപ്പും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. ഏകദേശം 3 ട്രിപ്പ് വരെ ഉണ്ടാക്കാനുണ്ടായിരിക്കും. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വഴറ്റി വെച്ചതിനകത്തോട്ട് ഇത് ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ഫ്ലെയിം ഓൺ ചെയ്യുക. തീ നന്നായി കുറച്ച് വെക്കണം. എന്നിട്ടിത് തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ടാൽ മതി. ഒരുപാട് കുത്തി ഇളക്കേണ്ട ആവശ്യമില്ല. ഒരു ഭാഗം ഒന്ന് ആയിക്കഴിഞ്ഞാൽ ഇത് തിരിച്ചിട്ട് കൊടുക്കാം. മറ്റേ ഭാഗവും ഇട്ട് കൊടുക്കുക. ഇതേപോലെ ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും മസാല ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം 2 സൈഡിലോട്ടും മസാലയൊക്കെ നല്ലപോലെ ആയിക്കഴിഞ്ഞു. നമ്മൾക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് സെർവ് ചെയ്യാനായിട്ടുള്ള പാത്രത്തിനകത്തോട്ട് മാറ്റാം. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് കുട്ടികളുടെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ നല്ലൊരു ഐറ്റം കൂടിയാണ്. കറിയൊന്നും ഇതിൻ്റെ കൂടെ ആവശ്യമില്ല. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇനി ഒരെണ്ണം ഞാനിവിടെ ഒന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. ഇത് പൊട്ടിക്കുന്നത് കാണുമ്പോൾ അറിയാം നല്ല സോഫ്റ്റാണ്. 1 മണിക്കൂറേ നമ്മളിത് വെക്കേണ്ട ആവശ്യമുള്ളൂ. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ മാവ് പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.